CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് PV അൻവർ തരം താണുവെന്നും EN മോഹൻദാസ് കുറ്റപ്പെടുത്തി. മണ്ണാർക്കാട് ആനമുള്ളി റോഡ് ടാറിംഗ് ഒക്ടോബർ 10 തുടങ്ങാൻ തീരുമാനം. പൊടിശല്യം കുറയ്ക്കാൻ ദിവസേന 3 തവണ റോഡിൽ വെള്ളം തളിക്കാനും നിർദ്ദേശം. MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചെർപ്പുളശ്ശേരി മുണ്ടക്കോട്ട് കുറിശി പാതിരക്കുന്നത്തുമന ഏർപ്പെടുത്തിയ 11ാമത് നാഗകീർത്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. VK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം അമ്പലപ്പാറ പാതയിൽ തിരുണ്ടി വളവിന് സമീപം ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തൂത സ്വദേശിയായ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മലപ്പുറം മച്ചിങ്ങലിലാണ് പുലർച്ചെ 1 മണിയോടെ അപകടമുണ്ടായത്. ഒറ്റപ്പാലം അമ്പലപ്പാറ പാതയിൽ തിരുണ്ടി വളവിന് സമീപം ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ചുനങ്ങാട് പിലാത്തറ സ്വദേശി ഹാരിസിനാണ് പരിക്കേറ്റത്. രാവിലെ 11 മണിയോടെയാണ് അപകടം. പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും ബൈക്കിലും നിയന്ത്രണം വിട്ട കാർ വന്നിടിക്കുകയായിരുന്നു. തുടർന്ന് സമീപത്തെ പെട്ടിക്കടയിൽ ഇടിച്ച് കാർ നിന്നു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന വളാഞ്ചേരി സ്വദേശി രാജശങ്കറിന് പരിക്കേറ്റു. ഇയാളെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. CCN ഒറ്റപ്പാലം. ചെർപ്പുളശ്ശേരി മുണ്ടക്കോട്ട് കുറിശി പാതിരക്കുന്നത്തുമന ഏർപ്പെടുത്തിയ 11ാമത് നാഗകീർത്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. VK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യശാസ്ത്ര രംഗത്തിന്റെ ഏറ്റവും അത്യാധുനികമായ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോഴും എത്രയോ പേർക്ക് മാരകമായ രോഗങ്ങളും പകർച്ചവ്യാധികളും വരുന്നു എന്നുള്ളത് ഈ പ്രകൃതിയിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമുക്ക് ജീവിക്കേണ്ടി വരും. ഇവിടെ ഡോക്ടർ വളരെ വിശദമായി പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ലാഘവത്തോടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവം അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തി നമുക്ക് പ്രകൃതിയിൽ ഒരവസരം തന്നതാണ് നമ്മുടെ ജീവിതം. അർബുദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. വേദത്തിൽ എടപ്പാൾ നാരായണമംഗലത്തെ രവീന്ദ്രൻ നമ്പൂതിരിപ്പാടും, താന്ത്രികത്തിൽ പട്ടാമ്പി വാവന്നൂർ പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിയും, സാഹിത്യത്തിൽ MK രാമചന്ദ്രൻ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ₹11,001 കീർത്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ചടങ്ങിൽ ഉന്നത പഠനത്തിനുള്ള ധനസഹായ വിതരണവും നടന്നു. പാതിരിക്കുന്നത്തുമന രമണി അന്തർജനം സഹായധനം കൈമാറി. രാവിലെ 8-ന് കുളപ്പുറം സംഘത്തിന്റെ കൈകൊട്ടിക്കളിയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്.
ഉദ്ഘാടന ചടങ്ങിൽ മുണ്ടയൂർമന ദിവാകരൻ നമ്പൂതിരി പുരസ്കാരാർഹരെ പരിചയപ്പെടുത്തി. പാതിരിക്കുന്നത്തുമന ശങ്കരൻ നമ്പൂതിരി, KR സദാനന്ദൻ, KM ശ്രീധരൻ, അകത്തേക്കുന്നത്ത് കൃഷ്ണൻ നമ്പൂതിരി, അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട്, വാർഡ് മെമ്പർ പ്രമീള, നാരായണമംഗലം രവീന്ദ്രൻ നമ്പൂതിരി, പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി, MK രാമചന്ദ്രൻ, അമൽ കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് PV അൻവർ തരം താണുവെന്നും EN മോഹൻദാസ് കുറ്റപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞല്ലോ, എല്ലാ പാർട്ടിയും, മലപ്പുറത്തെ പാർട്ടിയും കേരളത്തിലെ പാർട്ടിയും ഒക്കെ അയാളുടെ കൂടെയാണ്. എന്നാൽ ഇന്നലെ രാത്രി നിങ്ങൾ തന്നെ കൊടുത്ത ദൃശ്യങ്ങളില്ലേ, അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ ദിവസവും കാണുന്ന, ദിവസവും അദ്ദേഹവുമായി ചർച്ച ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കുന്ന പാർട്ടിക്കാരാണ് അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ സ്വന്തം വീട്ടിലും വീടിന് ചുറ്റുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറല്ല, അതിനേക്കാൾ ഒരുപാട് വലിയ വലിയ ആൾക്കാർ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ചരിത്രം അറിയാലോ, അവരെവിടേക്കാ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്കാണ് കേരളം വലിച്ചെറിഞ്ഞത്, ഈ പ്രബുദ്ധമായ കേരളം. പിന്നെ അൻവറിന്റെ കാര്യം പറയാണ്ടോ, നമ്മളാരും ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്കൊരു സ്വതന്ത്രനാണല്ലോ, അതിൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അവസാനം കൊത്തി മുറത്ത് കയറി കൊത്തുന്ന രീതിയിൽ, പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, അപ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ. ഇതുവരെ നമ്മൾ സംസാരിക്കാൻ അറിയാത്ത ഒഴിഞ്ഞ പോസ്റ്റിൽ ഇങ്ങനെ ഗോളടിക്കല്ലോ. പിന്നെ അദ്ദേഹം എല്ലാവരും നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം വായടയ്ക്കും. നമുക്കറിയാം, PV അൻവർ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയൊന്നും അല്ലല്ലോ, അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ. ആരാണ് PV അൻവർ എന്നുള്ളത് മലപ്പുറത്തുകാർക്കറിയാം, നാട്ടുകാർക്കറിയാം. സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിന്റെ പേരിൽ എത്ര ക്രിമിനൽ കേസുകളാണ്, വധക്കുറ്റമടക്കമുള്ള ക്രിമിനൽ കേസുകളാണ്. അതൊക്കെ കേസാണല്ലോ, ശിക്ഷിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അൻവറിനെ സ്ഥാനാർത്ഥിയാക്കി അതിനിടയ്ക്ക് പൊന്നാനിയിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. അപ്പൊ ഈ സ്വതന്ത്രരെന്ന് നിർത്തിക്കൊണ്ടുള്ള ഈ CPM ഈ പരീക്ഷണമാണ്. അതല്ലല്ല, CPM ഇനിയും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും. CPM ഇനിയും സ്വതന്ത്രന്മാരെ പരീക്ഷിക്കും. പക്ഷെ സ്വതന്ത്രന്മാരുടെ മഹത്വം കൊണ്ട് മാത്രമാണ് അവിടെ ജയിക്കുന്നത് എന്നുള്ളതല്ല. നിലമ്പൂർ അൻവർ ജയിച്ചത് അദ്ദേഹത്തിന്റെ സ്വതന്ത്ര വേഷം കൊണ്ട് മാത്രമാണോ? അദ്ദേഹത്തിന്റെ കുടുംബക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. കോൺഗ്രസും ലീഗിനും വോട്ട് ചെയ്യുന്ന കുറെ വോട്ടർമാർ അദ്ദേഹത്തിന്റെ ബന്ധുക്കളായിട്ടുണ്ട്, കുടുംബക്കാരായിട്ടുണ്ട്, അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. ബഹുഭൂരിപക്ഷം വോട്ടാരതാ? ബഹുഭൂരിപക്ഷം വോട്ട് നിലമ്പൂർ എന്ന് പറഞ്ഞ സഖാവ് കുഞ്ഞാലി കെട്ടിപ്പടുത്ത, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത ഒരു പ്രദേശമല്ലേ. ആ പ്രദേശത്ത് അയാൾ ജയിച്ചത് അയാളുടെ വമ്പത്തരം കൊണ്ടാണ്? അല്ലല്ലോ. അയാൾ ഇവിടെ വയനാട്ടിൽ പോയി മത്സരിച്ചില്ലേ? എന്താ ദയനീയമായി കെട്ടിവെച്ച കാശാൻ പോയില്ലേ? ആദ്യം എറണാട്ടിൽ മത്സരിച്ച് നോക്കിയില്ലേ? പല പരീക്ഷണം നടത്തിയല്ലോ, ജയിച്ചോ? എപ്പോഴാണ് ജയിച്ചത്? CPM ഇടതുപക്ഷ മുന്നണി പിന്തുണച്ചപ്പോഴാണ്. CCN മലപ്പുറം. മണ്ണാർക്കാട് ആനമൂളി റോഡ് ടാറിംഗ് ഒക്ടോബർ 10 തുടങ്ങാൻ തീരുമാനം. പൊടിശല്യം കുറയ്ക്കാൻ ദിവസേന 3 തവണ റോഡിൽ വെള്ളം തളിക്കാനും നിർദ്ദേശം. MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇപ്പോൾ നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെയുള്ള അട്ടപ്പാടി റോഡിൻ്റെ, അതായത് മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിൻ്റെ കിഫ്ബി പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് മാസങ്ങളായി. അപ്പോൾ അത് അങ്ങനെ ആ ഒരു പ്രവൃത്തി വരാനും അതിനുണ്ടായ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്കറിയാം. അങ്ങനെ വളരെ വലിയ പരിശ്രമങ്ങൾക്കൊടുവിലാണ് നമുക്ക് ഈ 1ാം ഘട്ടം ഇപ്പോൾ പ്രവൃത്തി തുടങ്ങാവുന്ന രീതിയിലായതും പ്രവൃത്തികൾ ആരംഭിച്ചത്. പ്രവൃത്തികൾ ആരംഭിച്ചതിന് ശേഷം ഒരു വലിയ വർക്കല്ലേ, ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ തദ്ദേശവാസികൾക്കുണ്ടായി. റോഡിൻ്റെ ഇരുഭാഗം താമസിക്കുന്നവർക്കും അട്ടപ്പാടിയിലേക്ക് പോകുന്നവർക്കും വാഹന ഉടമകൾക്കും യാത്രക്കാർക്കും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഓരോ ഘട്ടത്തിലും നമ്മൾ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരെയും കരാറുകാരെയും വിളിച്ചു കൂട്ടി അത് പരിഹരിച്ച് പോവുകയായിരുന്നു. മരങ്ങൾ മുറിച്ച് മാറ്റേണ്ട കാര്യം, അതുപോലെ തന്നെ വെള്ളം, ഈ കഴിഞ്ഞ വേനലിന് നല്ല പ്രയാസം ഉണ്ടായിരുന്നു, പലയിടത്തും വെള്ളം ബ്ലോക്കായി. അപ്പോഴൊക്കെ വാട്ടർ അതോറിറ്റിയും കൂട്ടി വിളിക്കും. വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടായി, സ്ലാബ് ഇടുന്നിടത്തുള്ള പ്രശ്നമുണ്ടായി. അതുപോലെ തന്നെ പൊടി, വളരെ രൂക്ഷമായ പൊടിശല്യം ആ മേഖലയിലുണ്ടായി. അങ്ങനെ ഓരോ ഘട്ടത്തിൽ പരിഹരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ നമ്മളന്ന് ഉണ്ടാക്കിയൊരു ധാരണ, പകുതി ഭാഗം തെങ്കര മുതൽ ഇവിടെ പിന്നെ നെല്ലിപ്പുഴ വരെ ടാറിങ് കഴിഞ്ഞ വേനലിൽ തന്നെ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു. അത് പിന്നെ മഴ, ഇവർ പറയുന്നത് കുറച്ച് മഴ നേരത്തെ പെയ്തു, അപ്പോൾ അത് പകുതിയെ ചെയ്യാൻ പറ്റുള്ളൂ. 2.5 കിലോമീറ്റർ ഇപ്പോൾ ടാർ ചെയ്തു. അപ്പോൾ ഇനി അതിൻ്റെ ബാക്കി ടാറിങ് നടക്കാണ്ട്, കൾവർട്ടിൻ്റെ പണികൾ പലതും പകുതിയിലാണ്, അത് പൂർത്തീകരിക്കാണ്ട്. കൾവർട്ടിൻ്റെ ഓരോന്നിൻ്റെയും കണക്ക് ഇവിടെ ഉണ്ട്, ഏതെല്ലാം ഈ ഓരോ ഇനവും എത്ര കണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇത് ഇവർ 22/5/23 ഈ സൈറ്റ് ഏറ്റെടുക്കുന്നത്. CCN മണ്ണാർക്കാട്.
ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ജാഗ്രതാ സമിതി കില ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായിരുന്നു ട്രെയിനിംഗ്. പരിശീലന പരിപാടിയിൽ ശ്രീജന്യ സ്വാഗതം പറഞ്ഞു. കില ആർപിമാരായ ചെറിയാൻ VC, ഗീത CG, സന്ധ്യ, അഡ്വക്കേറ്റ് അജിത, ICDS സൂപ്പർവൈസർമാരായ ലക്ഷ്മി ദാമോദർ, ലിമിലാൽ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അഞ്ജു, പ്രവീണ, മഞ്ജു തുടങ്ങിയവരും പങ്കെടുത്തു. ആ പോഷൻ നിയമത്തിൽ പൊതുവെ പ്രധാനമായി 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ത്രീ ജീവനക്കാർ എന്നവിടെ പറയുന്നില്ല, 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളെല്ലാം എന്ത് രൂപീകരിക്കണം? ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കണം. അപ്പോ അവിടെ സ്ത്രീ ജീവനക്കാരില്ലാത്ത സാഹചര്യം വന്നാൽ എന്ത് ചെയ്യും? അതാണ് ചോദ്യം, അല്ലെ? അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ നേരിടാറില്ലേ? നമ്മുടെ ഏരിയയിലെ എല്ലാ സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടാകും. എന്തുകൊണ്ട് വരുത്തിയില്ല? നമുക്ക് അത് ചെയ്തില്ല. 50,000 രൂപ ഫൈനാണ് ഏതൊരു സ്ഥാപനത്തിനും എന്ത് രൂപീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ലെങ്കിൽ. ഇനി CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് PFME വായ്പാമേള സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സൈതാലി ഉദ്ഘാടനം ചെയ്തു. വികസിപ്പിക്കാം എന്നതിന് വേണ്ടി പാലക്കാട് വ്യവസായ കേന്ദ്ര ഓഫീസും ഒറ്റപ്പാലം വ്യവസായ ഓഫീസും ചേർന്നുകൊണ്ടാണ് ഇവിടെ ഈ പദ്ധതി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ നിലവിലുള്ളതും ഇനി പുതുതായി തുടങ്ങാൻ ഉള്ളതുമായ 35% സബ്സിഡിയോടുകൂടി ഇത് കിട്ടും. അതിൻ്റെ ഗവൺമെൻറ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുടുംബശ്രീകളെല്ലാം ഇതേ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നുമുണ്ട്. അതിനാൽ ഇത് നല്ല ഒരു ആശയമാണ്. വിവിധ ബാങ്ക് മാനേജർമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗവൺമെൻറ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് കൂടുതൽ ശ്രീകൃഷ്ണപുരം ജില്ലാ വ്യവസായ കേന്ദ്രം, പാലക്കാട് ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് PMFME വായ്പാമേള ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ രാധിക അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസർ K. ബൈജു സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് മെമ്പർമാരായ പ്രജീഷ് കുമാർ, ഷീജ, പത്മപ്രിയ, ഷീബ പാട്ടത്തൊടി എന്നിവർ പങ്കെടുത്തു. വായ്പാമേളയിൽ സംരംഭകരുടെ 15 അപേക്ഷകൾ സ്വീകരിക്കുകയും മേളയിൽ വച്ച് 10 ലക്ഷം രൂപയുടെ ഒരു വായ്പാ അനുമതി പത്രം കൈമാറുകയും ചെയ്തു. ഏകദേശം 1.15 കോടി രൂപയുടെ അപേക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. വായ്പാമേളയോടനുബന്ധിച്ച് വ്യവസായ വകുപ്പിന്റെ പദ്ധതിയിലൂടെ പ്രവർത്തനമാരംഭിച്ച 6 യൂണിറ്റുകളുടെ ഉൽപ്പന്ന പ്രദർശന വിൽപ്പന സ്റ്റോളുകളും ക്രമീകരിച്ചിരുന്നു. 55 സംരംഭകരും ബ്ലോക്കിന് കീഴിലുള്ള വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ സംരംഭക വികസന ഉദ്യോഗസ്ഥരും മേളയിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ V. ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജീവനക്കാരും അധ്യാപകരും FSCTO നേതൃത്വത്തിൽ മലപ്പുറത്ത് കൂട്ടധർണ നടത്തി. ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ ആഹ്വാനപ്രകാരമാണ് ധർണ സംഘടിപ്പിച്ചത്. രാവിലെ 11 മണിക്ക് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സിവിൽ സ്റ്റേഷന് മുൻപിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന കൂട്ടധർണ KSTA സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് നോക്കണം, പരിശോധിക്കണം. ഇതാണ് UDF. അപ്പൊ അതുകൊണ്ട് LDF-ഉം UDF-ഉം ഗജാന്തരമാണ്, ഒരു തർക്കമില്ല. അതുകൊണ്ടാണ് പറയുന്നത് UDF അല്ല, ഇത് LDF ആണ്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങളെ പട്ടിണിയിലേക്ക് കൊണ്ടുപോകില്ല എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഓണക്കാലത്ത്, അതുപോലെ തന്നെ ഉത്സവകാലത്ത് ചേർത്ത് പിടിക്കുന്നത്, ഓണക്കിറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 5 കിലോ അരി സ്കൂളിനകത്ത് കൊടുക്കുന്നു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. V. പ്രഫുൽ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. K. വസന്ത, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം R. K. ബിന്ദു എന്നിവർ സംസാരിച്ചു. PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. CCN മലപ്പുറം. ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ലൈബ്രറി കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന PB അൻവറിനെ ഉറക്കപ്പെടുത്തിയായി വെച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ CCN പെരിന്തൽമണ്ണ. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തൂത സ്വദേശിയായ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മലപ്പുറം മച്ചിങ്ങലിലാണ് പുലർച്ചെ 1 മണിയോടെ അപകടമുണ്ടായത്. തൂത സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. മലപ്പുറം മച്ചിങ്ങലിലാണ് സംഭവം. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. മുഹമ്മദ് ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ കാർ വന്ന് ഇടിക്കുകയായിരുന്നു. കാറിൽ നിന്നും മദ്യക്കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രൈവർ സീറ്റിൽ നിന്നുൾപ്പെടെ മദ്യക്കുപ്പികൾ ലഭിച്ചുവെന്നാണ് വിവരം. മരിച്ച മുഹമ്മദ് ഫാറൂഖ് കോളേജിലെ BCom വിദ്യാർത്ഥിയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ രാമൻചാടി കുടിവെള്ള പദ്ധതി ജനുവരിയിൽ പൂർത്തിയാക്കും. പ്രവൃത്തികൾ വിലയിരുത്തുന്നതിന് നഗരസഭാ ചെയർമാൻ പി ഷാജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. പെരിന്തൽമണ്ണ നഗരസഭയിൽ സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്ന രാമൻചാടി കുടിവെള്ള പദ്ധതിയുടെ അവസാനഘട്ട പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനാണ് നഗരസഭാ ചെയർമാൻ പി ഷാജിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി മിത്രൻ, മുനിസിപ്പൽ എഞ്ചിനീയർ നിഷാന്ത്, വാട്ടർ അതോറിറ്റി AE, KSEB, നാഷണൽ ഹൈവേ അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, KSTP അധികൃതർ, കരാറുകാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നിലവിൽ കൂടുതൽ പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള KSEBയുടെ ലൈൻ എക്സ്റ്റൻഷൻ, ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തികൾ, പ്ലാന്റിന്റെ അവസാനഘട്ട പ്രവൃത്തികൾ എന്നിവ ഡിസംബറോടെ പൂർത്തിയാക്കും. നവംബറിൽ ചേരുന്ന അവലോകന യോഗത്തിൽ ജനുവരി മാസത്തിൽ ട്രയൽ റൺ നടത്തുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും. ട്രയൽ റൺ നടത്തി ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം ദ്രുതഗതിയിൽ രാമൻചാടി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിക്കാനാകുമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെയും അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക ഫാർമസി ദിനം ആചരിച്ചു. മങ്കട് MLA മഞ്ഞളാംകുഴിയേലി ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം, മുതിർന്ന ഫാർമസിസ്റ്റുകളെ ആദരിക്കൽ, നിർധനരായ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണം എന്നിവ സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ പി ഉണ്ണീന്റെ അധ്യക്ഷതയിൽ മങ്കട് MLA മഞ്ഞളാംകുഴിയേലി നിർവഹിച്ചു. എല്ലാ വർഷവും സെപ്റ്റംബറിൽ 25-ന് ഫാർമസിസ്റ്റ് ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇന്റർനാഷണൽ ഫാർമസിസ്റ്റ് പിന്നെ ആ ഒരു ദിനം ആചരിച്ചുകൊണ്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. 100 വർഷം മുമ്പെയാണ് തുടങ്ങിയത്. 100 വർഷം മുമ്പേ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ സംഘടനയുടെ ഓർമ്മ പുതുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേ രീതിയിലുള്ള ഒരു പരിപാടി നമ്മളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഒരു സംശയമില്ല, നിങ്ങൾ ഫാർമസിസ്റ്റുകൾ ചെയ്യുന്നത് ഒരു വലിയ സേവനമാണെന്നില്ല ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഉണ്ണി സാഹിബും അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടറൊക്കെ വളരെ വിശദീകരിച്ച് നിങ്ങളുടെ ഡ്യൂട്ടിയെ പറ്റി പറഞ്ഞു. ഡോക്ടർമാർ എഴുതി തരുന്ന മരുന്ന് രോഗികൾ നിങ്ങളടുത്താണ് കൃത്യമായിട്ടത് എന്താണത്, എന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോഴെല്ലാം കഴിക്കണം, ഏതെല്ലാം സമയത്ത് കഴിക്കണം, ഇതിന്റെ ഗുണം എന്താണ്, ഇതിന്റെ ദോഷം എന്താണെന്നൊക്കെ നിങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഡോക്ടർമാർക്ക് ഒന്നും സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ രോഗികൾ അത്രയും സമയം ഇതേപോലുള്ള സംശയങ്ങളൊന്നും ഡോക്ടർമാരോട് ചോദിക്കുകയുമില്ല. സ്വാഭാവികമായിട്ട് നിങ്ങളാണത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കഴിച്ചിട്ടില്ലെങ്കിലുള്ള ഗുണം, കഴിക്കാതിട്ടുണ്ടെങ്കിലുള്ള ഗുണം,
ചടങ്ങിൽ മരുന്നുകളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് ക്ലിനിക്കൽ പ്രൊഫസറും ജനറൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ജാഫർ CP ബോധവൽക്കരണം നടത്തി. ഡയറക്ടർ മുഹമ്മദ് ഹാജി, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ഷാഹുൽ ഹമീദ്, സീനിയർ ജനറൽ മാനേജർ C. സതീഷ്, നഴ്സിംഗ് സൂപ്രണ്ട് ഷേർലി ജെയിംസ്, അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ ദിലീപ്, ഫാർമസി വിഭാഗ മേധാവി ഡോക്ടർ ലിനു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഫാർമസി മാനേജർ മുഹമ്മദ് അഷറഫ് ദിനാചരണ സന്ദേശം നൽകി. ചടങ്ങിന് കിംസ് അൽഷിഫ CEO പ്രിയൻ KC സ്വാഗതവും ഫാർമസി അസിസ്റ്റന്റ് മാനേജർ ഷാനിബ് നന്ദിയും പറഞ്ഞു. വിവിധ മത്സരങ്ങളിലെ വിജയികളെയും മുതിർന്ന ഫാർമസി ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. CCN പെരിന്തൽമണ്ണ. സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. സമരം STU സംസ്ഥാന സെക്രട്ടറി C. അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. 2 വർഷം മുൻപ് നടത്തിയ സർവേയിൽ ഉൾപ്പെട്ട മുഴുവൻ വഴിയോര കച്ചവടക്കാർക്കും ID കാർഡ് വിതരണം ചെയ്യുക, വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് നൽകുക, വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. STU ജില്ലാ വൈസ് പ്രസിഡന്റും മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവുമായ പച്ചേരി ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ട്രീറ്റ് വെൻഡേഴ്സ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജുനൈദ്, STU മണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. കരിങ്കലത്താണി വസന്തം സാരീസ് ഓണം ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ സമ്മാന വിതരണം നടന്നു. കരിങ്കലത്താണി വസന്തം സാരീസ് ഷോറൂമിൽ വെച്ച് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് സമ്മാന വിതരണം നടന്നത്. വിലക്കുറവ് കൊണ്ടും മികച്ച കളക്ഷൻ കൊണ്ടും വസ്ത്രവ്യാപാര രംഗത്ത് കരിങ്കല്ലത്താണിയിൽ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള വസന്തം സാരീസ് ഓണം ഫെസ്റ്റിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ് നടന്നത്. ഒന്നാം സമ്മാനമായി 25,000 രൂപയും 5,000 രൂപ വീതം 5 പേർക്കുമാണ് വിതരണം ചെയ്തത്. ഒന്നാം സമ്മാനമായ 25,000 രൂപ പാലോട് കാരാട് സ്വദേശി ഇവാന മേലേതിനും, രണ്ടാം സമ്മാനം താഴേക്കോട് സ്വദേശി ആൽഫ്രഡിനും, മൂന്നാം സമ്മാനം കരിങ്കല്ലത്താണി സ്വദേശി MP ഉമ്മറിനും, നാലാം സമ്മാനം ദിൽഷ ഫാത്തിമയ്ക്കും, അഞ്ചാം സമ്മാനം തള്ളച്ചിറ സ്വദേശി K മുഹമ്മദിനും, ആറാം സമ്മാനം താഴേക്കോട് സ്വദേശി സാവിത്രിക്കും കൈമാറി. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ, കരിങ്കല്ലത്താണി വ്യാപാരി വ്യവസായി യൂണിറ്റ് പ്രസിഡന്റ് ഹസൈനാർ, സെക്രട്ടറി ഹുസൈൻ, ജലീൽ, മുഹമ്മദ് കുട്ടി, ബാലകൃഷ്ണൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കരിങ്കല്ലത്താണി വസന്തം ടെക്സ്റ്റൈൽസ് അണിച്ചൊരുക്കിയ ഈ സമ്മാന പദ്ധതി വൻ വിജയമായിരുന്നു. അതിന് എല്ലാവിധ ഭാവങ്ങളും സംഘടനയുടെ പേരും സ്വന്തം പേരിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഓണത്തോടനുബന്ധിച്ച് സമ്മാന കൂപ്പണുകൾ നൽകി അതിൽ കുറേ ഭാഗ്യശാലികളെ കണ്ടെത്തി അവർക്ക് ആകർഷകമായ സമ്മാനം ദാനം ഇവിടെ കൊടുത്തു. ഏതായാലും ഈ സ്ഥാപനത്തിന് ഇനി നല്ല രീതിയിൽ
മുന്നോട്ട് പോകാനും ജനങ്ങളുമായിട്ട് നല്ല രീതിയിൽ സേവനം നടത്താനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കരിങ്കല്ലത്താണി കേരളത്തിലെ പല ഭാഗത്തും ബ്രാഞ്ചുകളും ആയിട്ട് വസന്തം ടെക്സ്റ്റൈൽസ് ഈ ഓണക്കാലത്ത് അവരുടെ എല്ലാ ഷോറൂമുകളിലും 25,000 ഫസ്റ്റ് പ്രൈസ്, ബാക്കി 5,000 പ്രൈസ് മുതൽ 5 പേർക്കും ഒരു കൂപ്പൺ സമ്മാന പദ്ധതി നടപ്പിലാക്കുകയും അത് വൻ വിജയമാകുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. സമ്മാന വിതരണത്തിന് വസന്തം സാരീസ് മാനേജിംഗ് പാർട്ട്ണർ സൈനുലാബിദ്ദീൻ, HR മാനേജർ ഗംഗാദേവി, ജി മധു, ഷോറൂം മാനേജർ എം ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണം ഫെസ്റ്റിനോടനുബന്ധിച്ച് സമ്മാനം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സമ്മാനാർഹർ പ്രതികരിച്ചു. എൻ്റെ പേര് അരവിന്ദ് എന്നാണ്. എൻ്റെ സ്ഥലം വരുന്നത് പാലോടാണ്. ഞാനിവിടെ കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് വന്ന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ സമ്മാന കൂപ്പൺ കിട്ടിയിട്ടായിരുന്നു, ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വസന്തത്തിൽ എല്ലാവർക്കും എൻ്റെ പേരിൽ, വ്യക്തിപരമായിട്ടുള്ള പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു ഇതിൽ പങ്കെടുത്തിട്ട് ഒന്നാം സമ്മാനം കിട്ടിയതിൽ. അതിലധികം സന്തോഷം നിങ്ങളോടൊപ്പം പറയാണ്. അന്ന് അന്നപ്പോൾ ഞാൻ കുട്ടിയുടെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ് അത് എന്നെ കൊണ്ട് ഒരു ഷർട്ട് എടുപ്പിച്ചു, ഒരു സാരി എടുപ്പിച്ചു. കാരണം ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ വിജയത്തിന് കാരണം സ്റ്റാഫ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ പിന്നെ ഓണാണ്, അപ്പം എന്നാൽ ഓണത്തിന് എടുക്കേണ്ട സമയത്ത് ഇത് ഇവിടുന്ന് തന്നെ അവർ എടുപ്പിച്ചു. അതാണ് കൂടുതൽ എനിക്ക് പിന്നെ കൂപ്പൺ കിട്ടാൻ കാരണം, സമ്മാനം കിട്ടാൻ കാരണം. ഞാൻ നിർബന്ധിച്ചാണ് ഈ എടുപ്പിച്ചത്. ഞാൻ നിർബന്ധിച്ച് ഇവർ രണ്ടുപേരാണ് എന്നെ. അതിന് വളരെ സന്തോഷം വരെ സ്റ്റാഫിനോട്. ഇനിയും ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തുടർന്നും ഇത്തരത്തിൽ ഉപഭോക്താക്കൾക്കായി വിവിധതരം സമ്മാന പദ്ധതികളും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും ഒരുക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വസന്തം സാരീസ് കരിങ്കലത്താണി ഈ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള നറുക്കെടുപ്പാണ്. നറുക്കെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ സമ്മാന വിതരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വസന്തം സാരീസ് കരിങ്കലത്താണി എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾ തന്നെ ഇതിൻ്റെ ഒരു ലാഭവിഹിതം നമ്മളെ കസ്റ്റമർക്ക് തന്നെ നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ വെച്ചത്. ഇനിയും വസന്തം സാരീസ് കരിങ്കലത്താണിയിൽ ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് പ്രോഗ്രാമുകളും ഈ തുടർന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളുമായിട്ട് സഹകരിച്ച് നല്ല സർവീസും നല്ല പെരുമാറ്റമാണ് ഞങ്ങളെ സ്റ്റാഫുകൾ നിങ്ങൾക്ക് നൽകുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളെ വസന്തം സാരീസ് കരിങ്കലത്താണിക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാണ്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭ വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ വത്സൻ CK-യുടെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിനോദ്, മുനീർ, ദീനു, ട്രോമ കെയർ പ്രവർത്തകരായ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി, ഗിരീഷ് കിഴാറ്റൂർ, ഫാറൂഖ് പൂപ്പലം, ജിൻഷാദ് പൂപ്പലം, നൌഷാദ് പൂപ്പലം എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. നേരത്തെ നമ്മൾ വീടുകൾ പരിശോധിച്ചിരുന്നു. വീടുകളും സർക്കാർ സ്ഥാപനങ്ങളും കൃത്യമായ ഇനി ഇടവേളകളിൽ ഈ വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തും. ഹരിതകർമ്മസേനക്ക് കൈമാറുക എന്നത് കേരള മുനിസിപ്പൽ ആക്ടിലെ കൃത്യമായ നിയമമാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ഖരമാലിന്യ പരിപാലന ചട്ടത്തിലുമൊക്കെ ഹരിതകർമ്മസേനക്ക് അല്ലെങ്കിൽ നഗരസഭ നിയോഗിക്കുന്ന ഗ്രൂപ്പുകൾക്ക് കൈമാറുന്ന നിയമമുണ്ട്. ഓരോ സ്ഥാപനങ്ങളും ഓരോ വ്യക്തികളും നിയമപരമായി കൈമാറണമെന്നുള്ളത് അവരുടെ പൂർണ്ണ ചുമതലയാണ്. അല്ലെങ്കിൽ 1000 മുതൽ 10,000 വരെ പിഴ ചുമത്താനുള്ള പ്രത്യേക വകുപ്പിലുണ്ട്. അതുപോലെ തന്നെ മാലിന്യം വേർതിരിക്കണം എന്ന് പറയുന്നതും കേരള മുനിസിപ്പൽ ആക്ട് 334 വകുപ്പുണ്ട്. മാലിന്യം ജലാശയത്തിൽ വലിച്ചെറിഞ്ഞാൽ 340 പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ്. ജൈവവാചകം വേർതിരിച്ചില്ലേ തന്നെ 50,000 വരെ പരമാവധി ശിക്ഷ നിയമമുണ്ട്. അതുകൊണ്ട് പരിശോധന കൃത്യമായി ഉണ്ടാവും.
പരിശോധന സഹകരിക്കാത്ത സ്ഥാപനങ്ങളെ നമ്മൾ പ്രോസിക്യൂഷന് വിധേയമാവും. പിഴ ശിക്ഷ ഉൾപ്പെടെ നൽകും. ഇതാണ് നമ്മൾ പ്രവർത്തനം. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്. എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് PV അൻവർ തരം താണുവെന്നും EN മോഹൻദാസ് കുറ്റപ്പെടുത്തി. മണ്ണാർക്കാട് ആനമുളി റോഡ് ടാറിംഗ് ഒക്ടോബർ 10 തുടങ്ങാൻ തീരുമാനം. പൊടിശല്യം കുറയ്ക്കാൻ ദിവസേന 3 തവണ റോഡിൽ വെള്ളം തളിക്കാനും നിർദ്ദേശം. MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ചെർപ്പുളശ്ശേരി മുണ്ടക്കോട്ട് കുറിശി പാതിരക്കുന്നത്തുമന ഏർപ്പെടുത്തിയ 11ാമത് നാഗകീർത്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. VK ശ്രീകണ്ഠൻ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം അമ്പലപ്പാറ പാതയിൽ തിരുണ്ടി വളവിന് സമീപം ബസും കാറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തൂത സ്വദേശിയായ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. മലപ്പുറം മച്ചിങ്ങലിലാണ് പുലർച്ചെ 1 മണിയോടെ അപകടമുണ്ടായത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.